നമസ്കാരം. വളരെയേറെ കേരളീയ സമൂഹം, മലയാളി സമൂഹം ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമുണ്ട്. ഇതിൽ കേരളത്തിന് പുറത്ത് താമസിക്കുന്നവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും ഈ വിഷയം. മലയാളികൾക്കൊരു ആഘോഷം എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണ് ഒരു വിശേഷ ദിവസങ്ങൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്നുള്ളത്. സാധാരണയായിട്ട് ആരുടെയെങ്കിലും അടുത്തൊന്ന് ചോദിക്കുക, ശ്രീകൃഷ്ണ ജയന്തിക്ക് താങ്കൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അവൻ്റെ വായിൽ നിന്ന് ഉത്തരം വരും, ഞാൻ വീട്ടിൻ്റെ അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി പാൽപ്പായസം കഴിപ്പിച്ചു. തീർന്നു. ശിവരാത്രിക്ക് എന്താണ് ചെയ്യുന്നത്? ഞാൻ ശിവൻ്റെ അമ്പലത്തിൽ പോയി. തീർന്നു. ഏത് ചോദ്യം ചെയ്താലും ഒരു മലയാളി, ശരാശരി ഒരു മലയാളി, അവൻ നേരെ സംസാരിക്കുന്നതും അവൻ്റെ മനസ്സ് ചലിക്കുന്നതും നേരെ അമ്പലത്തിലേക്കാണ്. അമ്പലമില്ലെങ്കിൽ ഇവൻ തീർന്നു. ആ ലെവലിലേക്കാണ് നമ്മുടെ ചിന്ത ഇല്ലെങ്കിൽ ആചാരം നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. എന്ത് പറഞ്ഞാലും അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് മനസ്സിനെ ചലിപ്പിച്ചു. നല്ല രീതിക്ക് എടുക്കണം ഈ ഒരു ടോപ്പിക്ക്. ദയവ് ചെയ്ത് ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത്, ഒരു അപേക്ഷയാണ്. കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളികളുടെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കുക. അവർ ഈ ആന്ധ്രാക്കാർ, തമിഴ്നാട്ടിലുള്ളവർ, കർണാടക, ഹിന്ദിക്കാർ, ഇവരുടെ എല്ലാത്തിൻ്റെയും നടുക്ക് താമസിക്കുകയാണ്. അവരുടെ ഒരു ആഘോഷം എങ്ങനെ ആയിരിക്കുമെന്ന് ചോദിച്ചാൽ എല്ലാം വീടുകളിലാണ്, എല്ലാം വീട്ടിലാണ്. ക്ഷേത്രം എന്നുള്ളത് സെക്കൻഡറി ആയിട്ടാണ്. പക്ഷെ മലയാളിക്ക് ക്ഷേത്രമില്ലെങ്കിൽ ഒന്നുമില്ല. വീട്ടിലെന്താണ്? വീട്ടിലൊന്നുമില്ല. വർഷത്തിൽ 2 വിഷയം. 1 വിഷുവിന് കണി വെക്കുന്നു, 2 ഓണത്തിന് സദ്യ ഉണ്ണുന്നു. അതും ഇന്ന് ഹോട്ടലിലായി. അപ്പോൾ ബാക്കിയുള്ളത് വർഷത്തിലൊരിക്കൽ വീട്ടിൽ ചെയ്യുന്ന പ്രവൃത്തി കണി വയ്ക്കുക എന്നുള്ള ലെവലിലേക്ക് നാം മാറിക്കഴിഞ്ഞു. ഏവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് വീടുകളിലൊന്നുമില്ല. വീട്ടിനകത്ത് കയറി വന്നു കഴിഞ്ഞാൽ എന്താ ഉള്ളത്? വീട്ടിൽ ആരും വരാത്ത വീടുകളിൽ ഈ ക്രോക്കറി സെറ്റൊക്കെ അടുക്കി വെച്ചിട്ട്, പിഞ്ഞാൺ പാത്രമൊക്കെ അടുക്കി വെച്ചിട്ട് നമ്മളൊരു എന്താ പറയുക, ഒരു ടി വിയും കണ്ട് ഫുൾ ടൈം രാവിലെ മുതൽ വൈകിട്ട് വരെ ഇത് തന്നെയാണ് റൊട്ടീൻ. നമ്മളെ വീടുകളിൽ ആചാരമില്ല. ആചാരം ഉണ്ടെങ്കിൽ മാത്രമല്ലേ വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാം പോയി. അപ്പോൾ നമുക്ക് ഈ മകരസംക്രാന്തി മുതൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉത്തരായനം തുടങ്ങി. ഉത്തരായനം 6 മാസം, ദക്ഷിണായനം 6 മാസം. അപ്പോൾ കർക്കിടകം മുതൽക്ക് അങ്ങോട്ട് ദക്ഷിണായനമാണ്. എത്ര വിശേഷങ്ങളുണ്ട്, എത്ര ആഘോഷമുണ്ട്, എത്ര ആചാരങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം നാം ക്ഷേത്രങ്ങളിലേക്ക് ഏൽപ്പിച്ചു. സത്യം പറഞ്ഞാൽ അത് തെറ്റാണ്. ഏവരും ചിന്തിക്കണം. ക്ഷേത്രമില്ലെങ്കിൽ ഇന്ന് വീടുകളെക്കാൾ അധികം ക്ഷേത്രങ്ങളായി. ക്ഷേത്രം വേണ്ട എന്നുള്ള അഭിപ്രായമല്ല, നല്ല രീതിക്ക് എടുക്കണം. നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടൊന്നുമില്ല. മകരസംക്രാന്തിക്ക് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ മലയാളി പറയും ശബരിമലയിൽ മകരവിളക്കുണ്ടെന്ന് പറയും. അത്രയേ ഉള്ളൂ. തീർന്നു. പരിപാടി കഴിഞ്ഞു. വേറെ ഒന്നുമില്ല. അന്ന് സൂര്യനെ പ്രാർത്ഥിക്കണമെന്നും, ആദിത്യ ദേവനെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്, ആദിത്യനെ പൂജിക്കണമെന്നും, ദേവന് ഒരു പായസം വീട്ടിലുണ്ടാക്കി നമ്മൾ തന്നെ ആദിത്യനെ പൂജിച്ച് നിവേദിക്കണമെന്നും അത് പ്രസാദമായിട്ട് കഴിക്കണമെന്നും എന്ന ഒരു ചെറിയ ആചാരം, ചെറിയ ഒരു ശീലം നമ്മളുടെ അടുത്തില്ല. പക്ഷേ മകരസംക്രാന്തിക്ക് പല ദേശത്തും ഈ ആചാരമുണ്ട്. നമ്മൾ ശബരിമലയിലെ മകരവിളക്ക് നോക്കി ഇരിക്കുകയാണ്. എന്തു ചെയ്യും? അപ്പോൾ ഇതൊന്ന് ഏവരും മനസ്സിലാക്കുക. എല്ലാ ആചാരവും വീടുകളിൽ വേണം. വീട് ക്ഷേത്രമാകണം. മനസമാധാനം വരും. അതാണ് മനുഷ്യൻ കാക്ഷിക്കുന്നത്. നല്ലൊരു ഐശ്വര്യം വരണം എന്നുള്ള വിഷയത്തിലേക്ക് നാം ചിന്തിക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ, സാധിക്കുന്ന രീതിയിൽ ആഘോഷങ്ങൾ വീടുകളിലാക്കുക. ഇനി ഞാൻ പറഞ്ഞു, ഇനി ക്ഷേത്രത്തിലേക്ക് അവിടെ പാൽപ്പായസത്തിന് കൊടുക്കരുത്, ധാരയ്ക്ക് കൊടുക്കരുത്, അവിടെ ചേരുത്, അതൊന്നുമല്ല ഇവിടുത്തെ അഭിപ്രായം. ഇത് നല്ല രീതിക്ക് എടുക്കുക. വീട്ടിൽ നിന്ന് ശീലം തുടങ്ങണം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് വേറൊരു രീതിയിൽ നമുക്കിതിനെ ടാഗ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളുടെ ആഘോഷങ്ങളെല്ലാം തന്നെ വീടുകളിൽ വേണം എന്നുള്ളത് ഏവരും ചിന്തിക്കുക. സാധിക്കുന്ന രീതിയിൽ കലണ്ടർ നോക്കി, പഞ്ചാംഗം നോക്കി, ഓരോ വിശേഷ ദിവസങ്ങളും നമുക്ക് 4 ദിവസത്തിനുള്ളിൽ ഒരു വിശേഷ ദിവസം വരും, എന്തെങ്കിലും വരും.
മനുഷ്യന് ദുഃഖത്തെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള സമയമില്ല. അങ്ങനെയാണ് സനാതന ധർമ്മത്തിൻ്റെ ഈ വിശേഷങ്ങളെല്ലാം, അതായത് സെലിബ്രേഷൻസ് അത്രയ്ക്കുണ്ട്. നമ്മളതൊക്കെ മറന്നു. ദുഃഖങ്ങൾ മറക്കുവാൻ അത് സഹായിക്കും. ദുഃഖങ്ങളില്ലാത്തവരാരുമില്ല. അത് മറക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ചെറിയ രീതിക്കെങ്കിലും പഞ്ചാംഗം, കാലണ്ടറൊക്കെ നോക്കി വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് സ്വയം ചിന്തിക്കുക. ഇനി നമ്മളെ സഹായിക്കാൻ ഇവിടെ ടെക്നോളജി ഉണ്ട്. ഗൂഗിളിലേക്ക് കയറി നോക്കുക, എങ്ങനെയൊക്കെയാണ് മകരസംക്രാന്തി സെലിബ്രേഷൻ ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ വൈശാഖ മാസത്തിലെ ഇന്ന ദിവസം എന്താണ് ആഘോഷം, ഗുരുപൂർണിമ നമുക്ക് എന്ത് ചെയ്യാം, ഇല്ലെങ്കിൽ ചിത്രാ പൗർണമിക്ക് എന്ത് ചെയ്യാം എന്നിങ്ങനെ, ശ്രീരാമനവമിക്ക് എന്ത് ചെയ്യാം എന്നിങ്ങനെ ചെറിയ രീതിയിൽ വീടുകളിൽ ആഘോഷമാക്കുക. ഇത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഈ മെസ്സേജ് ഏവരിലേക്കും എത്തിക്കുക. നമസ്കാരം.